ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണ്, അല്ലെങ്കിൽ അത് ഒരുപാട് പൈസ ചിലവുള്ള ഒരു കാര്യമാണോ, എൻ്റെ അടുത്ത് അതിന് മാത്രമുള്ള സാമ്പത്തികമില്ല, പക്ഷേ എനിക്ക് എന്നെ തന്നെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരോട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്കും മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ഒന്ന് വിചാരിച്ചാൽ മതി. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ സ്കിന്ന് ഡാർക്കായിരിക്കുന്നതും ലൈറ്റനപ്പ് ആയിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കറിയാമായിരിക്കും. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, നമ്മളുടെ ഇൻടേക്കാണ് 100ൽ 75% അല്ലെങ്കിൽ 80% നമ്മളുടെ സ്കിൻ ടെക്സ്ചർ മാറാനുണ്ടാകുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത്. ബാക്കി മാത്രമാണ് നമുക്ക് ഔട്ടർ അപ്പിയറൻസിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ടെമ്പററി ആയിട്ടൊരു മാറ്റം കിട്ടി എന്ന് വരാം. അതല്ലാണ്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻടേക്ക് ഏറ്റവും വലിയ പ്രധാനമുള്ള കാര്യമാണ്. ഡ്രിങ്ക് ഇനഫ് 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 ആൻഡ് ലോട്ട്സ് ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കുക. നിങ്ങളിപ്പോൾ ഒരു 60 കിലോനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 20 കിലോക്ക് 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് 3 ലിറ്റർ അല്ലെങ്കിൽ 3.5 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കണം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. പിന്നെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ചെടിക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് എത്രത്തോളം ഫ്രഷ് ആയിട്ട് നിൽക്കും. അതേ സ്ഥാനത്ത് ആ വെള്ളം ഒഴിക്കുന്നത് നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ കുറേ ദിവസം ഒഴിക്കാതെ നിന്ന് കഴിഞ്ഞാൽ അത് വാടിപ്പോവും. പിന്നെ കുറേ കഴിഞ്ഞാൽ അതങ്ങ് വീണും പോവും. അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്കിന്നിനും നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനും എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ 2-3 കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ. അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക സ്റ്റാർട്ടിങ്. രണ്ടാമത്തെ കാര്യം, ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരൊറ്റയടിക്ക് എല്ലാം കൂടെ വലിച്ചു പിടിച്ച് പേന്തൊന്നും വേണ്ട കേട്ടോ. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഉച്ചൻ്റെ മുന്നേ ആയിട്ട് ഒരു 60-70% വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്കപ്പോൾ ഒരുപാട് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ഇത് വരില്ല. അതേ സ്ഥാനത്ത് നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ ഒരുപാട് വെള്ളം കുടിക്കുമ്പം നമുക്ക് സംഭവിക്കുന്നത് അത് യൂറിനായിട്ട് നമുക്ക് പുറത്ത് പോകും. മറ്റേതും യൂറിനായിട്ട് പുറത്ത് പോകും, പക്ഷെ ഒരുപാട് നമുക്ക് കൺസ്യൂം ആവുന്നത് രാവിലെയൊക്കെ കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെള്ളം കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ഈ ചവച്ച് കുടിക്കുക എന്ന് പറയും. ചവച്ച് കുടിക്കുക, ഒറ്റയടിക്കങ്ങ് പേന്താതെ കുറച്ച് നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, കുറച്ച് കുടിക്കുക. അങ്ങനെ ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് ഏത് കാലാവസ്ഥയും ആയിക്കൊള്ളട്ടെ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. ചൂടുകാലാണെങ്കിൽ വെള്ളം കുറച്ച് അധികം കുടിക്കുക. തണുപ്പ് കാലാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് മനസ്സിലായി കിട്ടും. സൺസ്ക്രീൻ ലോഷൻ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർ പറയും, എനിക്ക് ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നായിട്ട് എണ്ണ വലിയുന്ന പോലെ വലിയാണ്, അല്ലെങ്കിൽ അതായത് വൈറ്റ് പോലെ കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങളുടേത് ഓയിലി ആണോ, കോമ്പിനേഷനാണോ, അല്ലെങ്കിൽ ഏത് സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണോ ഏത് സ്കിന്നാണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഒരിക്കലും വരില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു സൺസ്ക്രീൻ ലോഷൻ വാങ്ങിക്കാൻ ഒരു 300 രൂപയ്ക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി പുറത്ത് പോകുന്ന ആളല്ല, അല്ലെങ്കിൽ ഡെയിലി പുറത്ത് പോകുന്ന ആളാണെങ്കിലും എങ്ങനെയായാലും 1.5-2 മാസം നിങ്ങൾക്ക് നോർമൽ ലെവലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് പറയാം. നെല്ലിക്ക, പോമഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ മാതളം എന്നല്ലേ നിങ്ങളതിന് പറയാം, ഉറുമാമ്പഴം, എന്താ എനിക്ക് എൻ്റെ മലയാളം എക്സാക്റ്റ് അറിയില്ല. പോമഗ്രാനൈറ്റ്, അതുപോലെ തന്നെ ഓറഞ്ച്, പപ്പായ, ഈ പറയുന്ന, അതുപോലെ തന്നെ ബീഫിൻ്റെ ലിവർ ഐറ്റംസ്, ബീഫ്, ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ബീഫ് കഴിച്ച ലിവർ കഴിച്ച, ഇതിലൊക്കെ നമ്മുടെ സ്കിന്നെ ഒന്നും കൂടെ ഫ്രഷ് ആവാനും സ്കിന്ന് ചുളിയാണ്ടിരിക്കാനും
അതുപോലെ തന്നെ ഒന്നും കൂടെ യങ് ആയിട്ട് കാണാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ലിവറിലും ബീഫിലൊക്കെ. അത് വിചാരിച്ചിട്ട് അത് വലിച്ചു വാരി കഴിക്കാനല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്നതിൽ പോമഗ്രാനൈറ്റ് ഒരുപാട് വിലയുള്ള സാധനമാണ്. പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇത് ഞാൻ പറയാൻ മറന്നതാണ്. ഈ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 50 രൂപയ്ക്ക് ഒരു 20 രൂപയ്ക്ക് നെല്ലിക്ക, ബാക്കി 30 രൂപയ്ക്ക് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും. ഈ ഫുഡുകൾ ഇതിലേതെങ്കിലും 2-3 ഐറ്റം സെലക്ട് ചെയ്തിട്ട് ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ ഒരു 6:30-7 മണി ടൈമിൽ ഡിന്നറായിട്ട് കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി യുവർ സ്കിൻ കളർ ബിക്കം ചേഞ്ച്. നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഓരോരുത്തരും അതിനനുസരിച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ ഒരു 30 കഴിഞ്ഞ സ്ത്രീയാണ് ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബിഫോർ ദാറ്റ് ഞാനിതൊക്കെ പറയുമ്പം എല്ലാവർക്കും ഉള്ളൊരു കമൻറ്റാണ്, ഇതിന് പൈസ ചിലവ് ഒരുപാടുണ്ട്, ഈ പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുംബം വെളുക്കും അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ട ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുകയാണ്. മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നമ്മളുടെ കയ്യിൽ വന്നെത്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. ഇതെത്ര പേര് അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ഓക്കെ. അപ്പോൾ ഫുഡിൻ്റെ ഇതിലോട്ട് വരാം. അപ്പോൾ ഒരു 25+ അല്ലെങ്കിൽ ഒരു 30+ ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ 4 സീഡ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ്, അതായത് ഞാൻ മലയാളത്തിൽ തന്നെ പറയാം, ചണവിത്ത്, വെളുത്ത എള്ള്, മത്തൻ കുരു, സൂര്യകാന്തി വിത്ത്. ഈ 4 വിത്തുകൾ വാങ്ങിച്ചിട്ട് അത് 4ഉം കൂടെ നമുക്ക് കോമ്പോയിൽ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലൊക്കെ ആണെങ്കിൽ ഒരു 350-340 റേഞ്ചിൽ നമുക്ക് വരുന്നുള്ളൂ. വാങ്ങിച്ചിട്ട് വറുക്കുന്നില്ലെങ്കിൽ ഒരു കുപ്പിയിലാക്കി വെക്കുക. കൂടെ തന്നെ ഒരു 100-300 രൂപയ്ക്ക് ബദാമും വാൾനട്ടും കാഷ്യൂ അങ്ങനെ ഒരു 3-4 നട്ട്സ് മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കുക. എന്നിട്ട് ബോട്ടിലിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ 2 പിടുത്തെടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വേറൊരു ബോട്ടിലാക്കി വെക്കുക. ഇത് ഒന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പൂത്തു പോകുന്നൊരു പ്രശ്നം വരും. എന്നിട്ട് ഇതൊന്നും നിങ്ങൾക്ക് പാലില്ലെങ്കിലും വേണ്ടിയില്ല, സാധാ വെള്ളത്തിൽ ഇതങ്ങ് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഈ വെള്ളം കൂടെ അങ്ങ് കുടിക്കുക. പഞ്ചസാര യൂസ് ചെയ്യരുത്. ഓക്കെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയറിനും സ്കിന്നിനും നല്ല രീതിയിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര യൂസേജ് ഒഴിവാക്കുക. അപ്പോൾ പറയും എനിക്ക് കേക്ക് ഇഷ്ടമാണ്, ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്, ഇങ്ങനെ പറയുന്നവരുണ്ടാവും. ആയിക്കോളൂ, നമുക്കിപ്പോൾ 2-3 ദിവസം ഡെയിലി കഴിക്കുന്നവരുണ്ടാവും. 2-3 ദിവസം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കഴിക്കാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് കഴിക്കുക. നിങ്ങൾക്ക് ഏത് കാര്യമായാലും നമുക്ക് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ ചേഞ്ച് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഞാനായാലും വെയിറ്റ് ലോസ്, ഇപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞു, ഞാൻ ആ ഡെലിവറി കഴിഞ്ഞ സമയത്ത് 72-73 kg ഉണ്ടായിരുന്നു. ഇപ്പോൾ മോനെ 7ാം മാസമായി. ഞാനിപ്പോൾ നിൽക്കുന്ന വെയിറ്റ് 56-57 ആണ്. ഇതൊരിക്കലും ഞാൻ പട്ടിണി കിടന്നിട്ട് കുറച്ച് വെയിറ്റ് അല്ല. അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്നത്, പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് പറഞ്ഞു അത് കഴിക്കുന്നത്, അതുപോലെ തന്നെ സീഡ്സ് വെച്ചിട്ടുള്ളൊരു കുടിക്കുന്ന ഡ്രിങ്ക് പറഞ്ഞു. ഇതും നിങ്ങൾ ഈ 3 കാര്യങ്ങൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കുക. ഒരു മാസം 2 മാസം ചെയ്തുകൊണ്ട് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ വരുന്ന ഓരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് പാർട്ടായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. മാറ്റങ്ങൾ എല്ലാവർക്കും പോസിബിൾ തന്നെയാണ്. കൂടെ ഒന്ന് നിൽക്കുക, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. അടുത്ത വീഡിയോ